നമസ്കാരം. കൊല്ലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് മൺട്രോത്തുരുത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് കൊല്ലം മെയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അൺറിസർവ്ഡിലാണേ വന്നത്. ഉറക്കമൊന്നും അധികം ശരിയായിട്ടൊന്നുമില്ല. ഇപ്പോൾ രാവിലെ 6:45 വണ്ടി ഓൺ ടൈമിന് തന്നെയാണ് ഇവിടെ എത്തിയത്. ഇനി മൺട്രോത്തുരുത്തിലേക്ക് ഞങ്ങൾ പോകുന്നത് 8 മണി സമയത്തൊരു മെമു ട്രെയിൻ ഉണ്ട്, അതിലാണ്. അതിന് മുന്നേ തന്നെ ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ കുറച്ച് കാഴ്ചകളൊന്നും ആദ്യം കാണാം. ഈ കാണുന്ന അൺറിസർവ്ഡ് കോച്ചിലായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഈ ട്രെയിനിൽ തത്കാലം നോക്കിയതാണ്, പക്ഷെ കിട്ടിയില്ല. മുൻപ് ഈ വണ്ടിയുടെ ടൈം ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ചെന്നൈയിലേക്ക്. ഇപ്പോൾ അത് മാറ്റി. ഇപ്പോൾ വൈകുന്നേരം 4 മണിയാണ്. നല്ലൊരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഇത് ഇവിടുന്ന് പുറപ്പെടുന്നത്. പിന്നെ നല്ല LHB കോച്ചുകൾ കൂടിയാണല്ലോ. ഇനി ഞങ്ങൾ നേരെ ഇതുവഴി സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോവുകയാണ്. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷന് വലിയൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ 3ാമത് പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. കൊല്ലം ജംഗ്ഷൻ സ്റ്റേഷന്റെ കോഡ് QLN ആണ്. ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോമിന്റെ കാര്യം പറഞ്ഞില്ലേ, 1180.5 മീറ്റർ ആണ് ഇതിന്റെ ആകെ നീളം വരുന്നത്. അത് 1A പ്ലാറ്റ്ഫോമും ഈ 1ാം നമ്പർ പ്ലാറ്റ്ഫോമും കൂടി ചേരുന്നതാണ്. ഇവിടെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി ഉണ്ട്. പിന്നെ അങ്ങ് അവിടെ കാണുന്ന ട്രെയിൻ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ആണ്. പിന്നെ ഇവിടത്തേക്ക് വേറൊരു ട്രെയിൻ കൂടെ ഇതാ കടന്നു വരുന്ന കാണാം. MGR ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം AC സൂപ്പർഫാസ്റ്റ്. ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോമുകളുടെ കാര്യം പറയുവാണെങ്കിൽ 1ാമതായിട്ടുള്ളത് കർണാടകയിലെ ഹുബ്ബള്ളിയാണ്. 2 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂര്. 3ാമതാണ് കൊല്ലം. 4ാമത് വരുന്നത് വെസ്റ്റ് ബംഗാളിലെ ഖടഗ്പൂര്. കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയ ഇവിടെയാണ് പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പോൾ പൊളിച്ചു. പിന്നെ ഈ ഭാഗത്താണ് ഇപ്പോൾ അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടറും റിസർവേഷൻ കൗണ്ടറൊക്കെ വരുന്നത്. ഇവിടെയാണ് ഓട്ടോ സ്റ്റാൻഡ്. ഇനിയിപ്പോൾ പുതിയ ഭാഗങ്ങളൊക്കെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ റെഡിയാവും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു റോഡൊക്കെ. ഒരുപാട് ബസ്സൊക്കെ പോകുന്നത് കാണാം. ഇനിയിപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നോക്കിയിട്ട് അവിടുന്ന് രാവിലെയുള്ള ഭക്ഷണം കഴിക്കാം. ഞങ്ങളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഇഡ്ഡലി വടയാണ് കഴിക്കുന്നത്. 3 ഇഡ്ഡലി ഉണ്ട്, ഒരു വടയുണ്ട്, ചട്നി ഉണ്ട്, 2 ടൈപ്പ് ചട്നിയും ഉണ്ട്, സാമ്പാറും ഉണ്ട്. ഞങ്ങൾ ആ ഭാഗത്തു നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇനി വരുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടമൊക്കെ ഉള്ളത് ഈ ഭാഗത്താണ്. ഇവിടെയാണ് പുതിയ പാർക്കിംഗ് ഏരിയ. അതായത് ഒരേ സമയത്ത് 370-ലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗമാണിത്. 200-ന്റെ അടുത്ത് 2 വീലറുകളും 150-ന്റെ അടുത്ത് 4 വീലറുകൾക്കും ഒരേ സമയത്ത് ഇവിടെ പാർക്ക് ചെയ്യാം. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടെ ഇതിന്റെ അകത്തുണ്ട്. കൊല്ലത്തുനിന്ന് രാവിലെ 8 മണിക്ക് കോട്ടയം വഴി എറണാകുളത്തേക്ക് ഒരു മെമു ഉണ്ട്. അതിലാണ് ഞങ്ങൾ ഇനിയിപ്പോൾ പോകുന്നത്. ടിക്കറ്റ് എടുത്തു. മൺട്രോത്തുരുത്തിലേക്ക് 10 രൂപയാണ് ഒരാൾക്കായത്. 16 കിലോമീറ്റർ ആണ് യാത്ര പോകാനുള്ളത്. 5ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പോകാനുള്ള വണ്ടിയുണ്ട്. ഇത് കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു നവീകരണത്തിന്റെ ഒരു ഇതൊക്കെ കാണാം. എന്തായാലും ഈ ഒരു കോച്ചിൽ തന്നെ കയറാം. 8 മണിക്ക് പുറപ്പെടേണ്ട ട്രെയിൻ 20 മിനിറ്റ് വൈകി 8:20-നാണ് പുറപ്പെട്ടത്. കാരണം ശബരി എക്സ്പ്രസ് പോകാനുണ്ടായിരുന്നു. അതാണ്. കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്കുള്ള നല്ലൊരു വണ്ടിയാണിത്. നാളെ വെളുപ്പിന് തിരുപ്പതിയിലെത്തും. ഞങ്ങളിതിന് മുഴുവൻ യാത്ര പോയത് തന്നെയാണ്, കൊല്ലത്ത് നിന്ന് തിരുപ്പതിയിലേക്ക്. ട്രെയിൻ ഇപ്പോൾ പെരിനാട് സ്റ്റേഷനിലെത്തിയ. ഇവിടെ നിന്ന് വണ്ടി എടുത്തു. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അഷ്ടമുടി കായൽ നമ്മൾ ക്രോസ് ചെയ്യും. അതായത് പെരുമൺ പാലം. 1988 ജൂലൈ 8-ന് അവിടെ ഐലൻഡ് എക്സ്പ്രസ് മറിഞ്ഞ് 100-ന് മുകളിൽ ആൾക്കാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇവിടെ നിന്നൊക്കെ ഈ ട്രെയിനിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ കയറാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് തന്നെയാണ് മൺട്രോത്തുരുത്ത്. എട്ട് 39 ട്രെയിൻ ഇപ്പോൾ മൺട്രോത്തുരുത്ത് സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് നമുക്ക് പോകാനുള്ളത്. നമ്മൾ വന്ന വണ്ടി എറണാകുളം റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ടിതാ പോവുകയാണ്. ICF.
അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു കാമായിട്ടുള്ളൊരു സ്റ്റേഷനാണ് മൺട്രത്തുരുത്ത്. ഇനി ഇവിടുന്ന് ഒരു തോണിയിൽ കയറിയിട്ട് ഇവിടുത്തെ കുറച്ച് നല്ല സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. അതിന് അതിലൂടെയാണ് പോകാൻ പറ്റുക. ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വന്നിട്ട് അന്ന് തോണിയിൽ പോയില്ലല്ലോ അല്ലേ? 1.5 വർഷം മുന്നേ ആ സമയത്ത് ഇതൊരു പാലൊന്നും ഉണ്ടായില്ല. ഇതിപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇവിടെ മേൽപ്പാലം ഇല്ല. ആൾക്കാരൊക്കെ ഈ ട്രാക്ക് മുറിച്ച് കടന്നിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അതിന് വലിയൊരു പരിഹാരമായി. ഞങ്ങൾ സ്റ്റേഷൻ്റെ മറ്റ് കാഴ്ചകളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. കാരണം വലിയ വെയിൽ വരുന്നതിന് മുന്നേ തോണിയിലൂടെയുള്ള യാത്ര പോയിട്ട് വരാമെന്ന് കരുതി. ഇപ്പോൾ ഒരു ഇളം വെയിലാണുള്ളത്. ഒരു 10 മണിയൊക്കെ ആയാൽ പിന്നെ നല്ലൊരു ബുദ്ധിമുട്ടാവും. ഞങ്ങൾ പറഞ്ഞൊരു വഴി ഇതിലൂടെയാണ്. പിന്നെ സ്റ്റേഷനിൽ അത്യാവശ്യം വേണ്ട കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ പൈപ്പും കാര്യങ്ങളൊക്കെ കാണാം. ഇതിലൂടെയാണ് ആ ഒരു വഴിയുള്ളത്. പിന്നെ ഇവിടെ തന്നെ കാണാം കുറച്ച് തോണികളൊക്കെ. ഇവിടെ എന്തായാലും ഇതിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് എന്നൊക്കെ ആദ്യം ചോദിച്ചു നോക്കാം. കയറാക്കുന്നതാ ഇവിടെ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഉണ്ടോ? ഇതൊക്കെ ചകിരിയാണ്. കയറാക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ആയിട്ട് കാണുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തുനിന്ന് ഒരു 300 മീറ്റർ ഇപ്പോൾ ഞങ്ങൾ നടന്നേ. ഇവിടെയൊക്കെ വീടുകളൊക്കെയാണ്. പിന്നെ കണ്ട ഈ ഭാഗത്തെ ഒരു കാഴ്ച നല്ല രസമാണ്. 2 ഭാഗത്തും വെള്ളമാണ്. ഇതൊക്കെ ഓരോരോ ചെറിയ ചെറിയ തുരുത്തുകളൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു പാട്ടൊക്കെ കേൾക്കാം. ഇവിടെ ക്ഷേത്ര ഭാഗത്തു നിന്നുള്ള ഒരു പാട്ടാണ് ഇവിടെ കേൾക്കുന്നത്. എന്തുകൊണ്ട് നല്ല മനോഹരമായ സ്ഥലം. മുന്നിലൂടെ ഒരു ചേച്ചി നടന്നു പോകുന്നുണ്ട്. ആ ചേച്ചിയാണ് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞു തന്നത്. മുന്നിലോട്ട് കുറച്ച് പോയ ഒരു സ്കൂളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. എന്നിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് ഒരു തോണിയിലോ ഇതിലോട്ട് കയറിയിട്ട് നമുക്ക് പോവാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ഈ കാണുന്നതില്ലേ മീൻ വളർത്തുന്ന ഒരു ഭാഗമാണ്. ഇവിടെയുണ്ട്, അങ്ങ് അവിടെയുണ്ട്. ഇതാ ആ ഭാഗത്തായിട്ടും കാണാം. ഞങ്ങൾ ഈ ഒരു വഴി തന്നെ ഒരുപാട് ദൂരം ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ചധികം നടക്കാനുണ്ട് ഇതിലൂടെ. പിന്നെ ഒരു ചെറിയൊരു ഗട്ട് റോഡാണിത്. ടാറിങ് റോഡൊന്നും അല്ല. ട്രെയിനൊക്കെ ഇറങ്ങി ആൾക്കാർ നടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട വഴി തന്നെ. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകുഭാഗം വഴിയാണ് നമ്മളിപ്പോൾ നടന്നു വരുന്നത്. ബസ്സൊക്കെ വരുന്നത് വേറൊരു ഭാഗം വഴിയാണ്. ഈ വഴിയില്ലേ ഇവിടേക്ക് ഇപ്പം തന്നെ വെള്ളം കയറിയിരിക്കുന്നതാണ്. പിന്നെ മഴക്കാലത്തെ ഒരു കാര്യം പറയണ്ടല്ലോ. പക്ഷെ ഓരോ ഭാഗത്തിനും നല്ല ഭംഗിയാണ്. നോക്കെ എന്താ പച്ചപ്പ്. അല്ലെങ്കിൽ ഈ ഒരു കൊല്ലം, ആലപ്പുഴ, ഈ ഒരു കോട്ടയത്തിൻ്റെ ഒരുപാട് നല്ല നല്ല ഭാഗങ്ങളുണ്ട് ഇതുപോലെ. ഒരു ഗ്രാമപ്രദേശത്തൂടെ നമുക്ക് നടക്കുമ്പം കിട്ടുന്ന ഒരു പ്രതീതി ഒരിക്കലും വമ്പൻ നഗരങ്ങളിലൂടെ പോകുമ്പോൾ കിട്ടില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ശുദ്ധവായു അല്ലേ? പിന്നീടല്ലോ നമ്മുടെ കേരളത്തിൽ കൂടെ ഒരു മെയിൻ ആയിട്ടുള്ള സ്ഥലമാണല്ലോ ഇത് മൺട്രത്തുരുത്ത്. ട്രെയിൻ വഴി നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. അവിടുന്ന് ഇറങ്ങി ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും ഈ ഒരു ഗ്രാമം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതിൻ്റെ ഭംഗി പറഞ്ഞ സമയത്ത് നമ്മളിപ്പം മഞ്ഞ് കണ്ടാൽ നമ്മൾ അടിപൊളിയായിട്ട് വിചാരിക്കും. പക്ഷേ മഞ്ഞിൻ്റെ ആ ഒരു കാട്ടിന് നമുക്കറിയാമല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നമ്മുടെ അടിപൊളിയാണെന്ന് തോന്നും. നമ്മളിപ്പോൾ മലയോര പ്രദേശത്ത് ജീവിക്കുന്നവരാണല്ലോ. നമുക്കിത് കാണുമ്പോൾ വെള്ളമൊക്കെ കാണുമ്പോൾ ഓക്കെ എന്ന് പറയും. പക്ഷേ മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഇവിടെ ജീവിക്കുന്നവർ എത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ സമയത്ത്. അഷ്ടമുടി കായലിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതൊക്കെ. ആ മുൻഭാഗത്തേക്കില്ലേ അതാണ് ആ ഒരു കായലിൻ്റെ മെയിൻ ഭാഗമൊക്കെ. ഈ ചേച്ചി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത്. എൻ്റെ പൊന്നെ, നല്ല ക്ലിയർ വെള്ളം നോക്കിയേ. അതിൻ്റെ ആ ഒരു കല്ല് വരെ വ്യക്തമായി തന്നെ കാണാം. നവി ഇപ്പോൾ ചോദിക്കുന്നത്
ഇവിടെ ഹൈലൻഡ് എക്സ്പ്രസ് മറിഞ്ഞില്ലേ, ആ സമയത്തെ കുറച്ച് കാര്യങ്ങളാണ്. താറാവുകളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. ഇവിടെ ഒരു പോസ്റ്റില്ലേ അതുള്ളത് കണ്ടതാ ഇവിടെയാ. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം കണ്ടതാ. എൻ്റെ പൊന്നേ, ഞാൻ ഓരോ സമയത്ത് എത്തുമ്പോഴും ഓരോ എക്സ്പ്രഷൻ ഇടുന്നത്, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ഭാഗം വഴിയൊന്നും അധികം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇവരെന്താ ഇങ്ങനെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് വേണം. അത് നിങ്ങൾ കാര്യമാക്കണ്ട, അത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറഞ്ഞു പോകുന്നതാണ്. ഇതിലൂടെ ഒരു തോണി കിട്ടുവാണെങ്കിൽ അടിപൊളി ആയേനെ. ഇത് അവിടെ ഒരു വീടുണ്ട്. ശരിക്കും നല്ല കാലാവസ്ഥയാണ് ഇതിന് പറ്റിയ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ മഴ പെയ്തിട്ടുണ്ടാകാം, അതാണ് ഇത്ര വെള്ളം. ഇപ്പം ഈ ഒരു ഭാഗത്താണ് എത്തിയത്. ഇവിടെ സർക്കാരിൻ്റെ ഒരു ഫ്രീ കടത്തുവള്ളമുണ്ട്, അതാണ് ഈ ഒരു വരുന്നത്. ഇത് അവിടെ നിന്ന് നേരെ ഇതാ ഇങ്ങോട്ട്. പിന്നെ നമ്മുടെ കൂടെ വന്ന ചേച്ചിയില്ലേ, ആ ചേച്ചീൻ്റെ വീടാണ് ആ ഒരു ഭാഗത്ത്. എന്തൊരു ശാന്തമായൊരു സ്ഥലമല്ലേ നദി. അല്ല, ഞാൻ പറയുന്നത് ഇവരിങ്ങനെ വെള്ളത്തിൻ്റെ ഈ ഭാഗത്ത് ചുറ്റപ്പെട്ടില്ലേ, പോകണമെങ്കിൽ ഒരു വെള്ളമൊക്കെ വേണ്ടതല്ലേ. ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ഇവിടെ വരുമ്പം കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അതായത് പ്രകൃതിയോട് അത്രയും ഇണങ്ങി നിൽക്കുന്ന ഒരു ഭാഗം. നഗരത്തിൻ്റെ ആ ഒരു മലിനീകരണം ഒന്നും തന്നെ ഇല്ല. റെയിൽവേ സ്റ്റേഷൻ കുറച്ച് മാറിയിട്ടാണെങ്കിലും അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിനെ ബാധിക്കുന്നേ ഇല്ലല്ലോ അല്ലേ. ഞാനിപ്പോൾ വണ്ടിയുടെ ഹോൺ കേട്ടു, അതായത് നമ്മുടെ കൊല്ലം ആലപ്പുഴ മേവ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു കടത്തുവള്ളം എത്തി. ഇതിലോട്ട് ഇനി കയറാം. ഇവിടെ ആയിട്ടിരിക്കാം. ഇതിലൂടെ ഒരു ബോട്ടൊക്കെ പോകുന്നതാണ്. ഇപ്പം ഈ ഒരു കടത്തുവള്ളത്തിലൂടെ നമുക്ക് കയറിയിട്ട് അതിൻ്റെ നേരെ അതാ ആ ഒരു ഭാഗമില്ലേ അവിടത്തേക്ക് പോവാം. അങ്ങനെ ഇതാ ഇവിടുന്ന് നമ്മൾ ഈ ഒരു വെള്ളം കയറി. ഇത് വളരെ വേഗത്തിൽ തന്നെ ഇത് പോകുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ഇതാ ഈ ഒരു തോണിയിൽ വന്നിറങ്ങി ഇനി നേരെ ഇതുവഴി നടക്കുകയാണ്. സ്കൂളല്ലേ? ഈ മുകളിലോട്ട് കാണുന്നല്ലേ? ശരി. ഇതിലൂടെ വണ്ടിയൊന്നും പോകില്ല അപ്പൊ? അതെങ്ങനെയാ ഇപ്പൊ ഇവിടത്തേക്ക് ചേട്ടന്റെ പേരെന്നാ? എന്റെ പേര് മറ്റേ മോനെ പ്ലസ് ടു പഠിക്കുന്നത്, പരീക്ഷ മോഡൽ കഴിഞ്ഞ്. ഞാൻ അതിലേ വരണോ? ഞങ്ങൾ പോക്കോ, ചേട്ടൻ പോക്കോ. ശരി ചേട്ടാ. എന്റെ പേര് നവി, അവന്റെ പേര് മനു. ഇതുവഴി നടക്കാം. ഇതൊരു ദ്വീപാണ്, അതായത് ഇതിൻ്റെ 4 ഭാഗത്തും വെള്ളം തന്നെയാണ്. മഴക്കാലത്ത് വെള്ളത്തിനടിയിലാവുന്നൊരു സ്ഥലമാണിത്. ഞങ്ങൾ ഇനി ഇവിടുന്ന് എവിടുന്നെങ്കിലും നമുക്ക് ബോട്ടിലോ വെള്ളത്തിലോ കയറാൻ നോക്കാം. ഇവിടെ ഈ എത്തുമ്പോൾ നല്ലൊരു ഇരുട്ട്, നല്ലൊരു ശാന്തമായ ഭാഗം. ഞങ്ങൾ അവിടെ നിന്ന് വെള്ളത്തിൽ കയറി ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് വേറൊരു വെള്ളത്തിൽ കയറിയിട്ട് ഈ കണ്ടൽ കാടുകളുടെ ഇടയിലൂടെ ഇനിയിപ്പോൾ ഒരുപാട് ദൂരം വഴി പോവുകയാണേ. അപ്പം ഇങ്ങോട്ടേ നടക്കാം. ഇതില്ലേ ഈ സൈഡിലൂടെ ഇവിടെയൊക്കെ മീനാണ്, മീൻ കൃഷി, കരിമീനല്ലേ. ഇതൊക്കെ തേങ്ങയ്ക്ക് ഇതാ ഇങ്ങനെ നിന്നുകൊണ്ട് പറിക്കാം. ഈ തോണിക്കെല്ലാം നമ്പറുകളുണ്ട് ഇവിടെ. നോക്കിയേ എത്ര ചെറുതാണ്.
ഇതിലൂടെ വരാം അല്ലേ? കേറിക്കോളൂ. അങ്ങോട്ട് നോക്കിയിരുന്നു അന്നേരം കാണിച്ചത് കാണാം. ഒരു മണിക്കൂറാണ് ഇതിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ളതിന്. ഒരുപാട് നല്ല നല്ല ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്. നമ്മൾ നേരത്തെ നടന്നു വന്ന ആ ഒരു വഴിയൊക്കെ ദേ അതിലൂടെ അങ്ങനെയാണ്. അഷ്ടമുടി കായലിൻ്റെ ഭാഗമൊക്കെ അങ്ങ് ആ ഭാഗത്തേക്കാണ്. ചേട്ടന്റെ വീട് അതല്ലേ? അതൊക്കെ വെള്ളം കയറാറുണ്ടോ? അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നമ്മളങ്ങ് പോകത്തില്ല. അഥവാ പോയിന്റ് വന്നാല് ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. വീട് മാത്രമേ കാണാൻ. പിന്നെ സ്കൂളുണ്ട് ഇവിടെ. അതൊരു മലയുടെ മേളിൽ ലാസ്റ്റ്. ഞങ്ങൾ നേരത്തെ പോവാൻ നോക്കിയ സ്ഥലമാണ്. പെരിങ്ങാലം എന്ന് പറയും. പെരിങ്ങാലം. അപ്പൊ അതൊരു മലയുടെ മണ്ടയ്ക്ക് സ്കൂളും പള്ളി അമ്പലമല്ല. അവിടെ വെള്ളം കയറില്ല. അവിടെ കയറത്തില്ല. അങ്ങ് അതിലൂടെ ഒരു തോണി തുഴഞ്ഞു പോകുന്നത് കാണാം. അത് വളരെ ദൂരത്താണ്. ഇവിടെ ഒരുപാട് ഇതുപോലുള്ള ദ്വീപുകളുണ്ട്. നമ്മളിപ്പോൾ ആ ഭാഗത്തു നിന്നാണ് വന്നത്. അഷ്ടമുടി കായലിൻ്റെ ആ ഒരു കാഴ്ചയൊക്കെ ഇവിടെ നിന്ന് ഇത്രയും വ്യക്തമായി കാണാം. അങ്ങ് മുന്നിലൊരു ദ്വീപ് കാണുന്നില്ലേ? അങ്ങ് അവിടെ ഒരു വെള്ള വീട് ഇവിടെ. അവിടം വരെ നിലവിൽ ബസ് വരും. അത് വളരെ ദൂരത്താണുള്ളത്. റെയിൽവേ സ്റ്റേഷനൊക്കെ ഈ ഒരു ഭാഗത്തേക്കാണ്. ഇന്ന് വെയിലില്ല, അതുകൊണ്ട് സുഖമായിട്ട് നമുക്കിതൊക്കെ കാണാം. ചേട്ടാ, ഈ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരാറില്ലേ? എനിക്കൊന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞു നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണേ. പിന്നെ ഈ അഷ്ടമുടി എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം ശരിക്കും പറഞ്ഞാൽ അഷ്ടമുടി എന്നുള്ള പേര് വരാൻ കാരണം ഞാൻ പറഞ്ഞ ഈ 8 കോണ്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് 8 കോണായിട്ട് ഇങ്ങനെ കായലിലേക്ക് ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് അഷ്ടമുടി എന്നുള്ള പേര് വന്നു. അപ്പൊ ആ അഷ്ടമുടിയുടെ പേര് വെച്ച ഈ കായലും. അപ്പൊ ചിലർ വിചാരിക്കുന്നത് ഈ കായലിന് 8 കോണുണ്ടെന്ന്. കായലിന് 8 കോണല്ല ഉള്ളത്. 20 മേളിൽ കോണുകളുണ്ട്. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വളഞ്ഞ് കിടക്കുന്നത് 20 അല്ല, അതിൽ കൂടെ ഒരുപാടുണ്ട്. ഇനി നമ്മൾ കയറാൻ പോകുന്ന ഒരു ഭാഗം ഇതാണ്. ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഇവിടെ ഇറങ്ങുന്ന ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ നോക്കാം. അധികം വലിയ വിഷയം ഇല്ലെങ്കിൽ ഇറങ്ങാം. വലിയ താഴ്ച ഉണ്ടാവും തോന്നില്ല. ഇല്ല, ഇവിടെ വലിയ താഴ്ചയില്ല. ഇവിടെ ചെളി ഉണ്ടാവും കേട്ടാ. ഓ, വേലിയേറ്റം വേലിയിറക്കലിന്റെ സമയത്ത് അങ്ങനെ കുറഞ്ഞാണോ വെള്ളമൊക്കെ? ഇനിയിപ്പോ കുറച്ചുകൂടെ കഴിയുമ്പോ കുറയും. ഇവിടെ മണ്ണടിച്ചിട്ടേക്കാം നമ്മള്. ഓ, ഇറങ്ങാൻ വേണ്ടിട്ട് തന്നെ. ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ അല്ലേ? അത് ഇവിടെ വല്ല പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ടൊക്കെ നല്ല ആഴായിരിക്കും അല്ലേ? ഇവിടെ ഞാനൊന്ന് ഇറങ്ങി നോക്കി, പക്ഷേ മുട്ടിന് മുകളിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് ഇറങ്ങുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമേ ഇവിടെ വെള്ളം കുറയുള്ളൂ. നല്ല ഇരുട്ടാണ് ഈ ഭാഗം മുഴുവനും. ശരിക്കും ഇതിലൂടെ രാവിലെ തന്നെയാണ് വരേണ്ടത്. കാരണം ആ ഒരു ഇളം വെയിൽ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയിരിക്കാം. നമ്മുടെ കേരളത്തിലൊക്കെ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഇല്ലേ അല്ലേ? റെയിൽവേ സ്റ്റേഷൻ വഴി, അതായത് ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ ഇതൊന്നും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ടോയെന്ന് അറിയുന്ന പോലും ഇല്ലല്ലോ. എല്ലായിടത്തേക്കും ഇറങ്ങി ചെല്ലണം, അപ്പോൾ മാത്രമേ അവിടുത്തെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ആർച്ച് രൂപത്തിൽ കാണാം. ഇതൊരു ഫോട്ടോ പോയിൻ്റാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ടണലിനകത്തോട്ട് പോകും. ഇവിടെ ഫോട്ടോ എടുക്കാനുണ്ടെങ്കിൽ ഓ, ഈ മരമില്ലേ? ആ, ഈ മരം അതും
ആ ഈ മരം എത്ര മേളിൽ പോയാലും മേളിൽ നിന്ന് സപ്പോർട്ട് വേര് വരും. ഓ അതെ അല്ലേ. ഇത് ഓക്സിജൻ പ്രൊഡക്ഷൻ ആണ് കൂടുതൽ. അതായത് അതിന്റെ വേര് മുകളിൽ നിന്ന് തന്നെ താഴോട്ട് വരുന്നല്ലേ? താഴോട്ട് വരും. ഈ മരം എത്ര മേളിൽ പോയാലും മേളിൽ നിന്ന് താഴോട്ട് വേര് വരും. ഇവിടെ ഒരു മരമുണ്ട്. ഈ മരത്തിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. വന്നോ ഇങ്ങോട്ട് വന്നോ. ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായി. ഇനിയിപ്പോൾ ഇവിടുന്ന് വീണ്ടും തിരിച്ചിനി ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് പോവുക. ഇതാണ് ആ ഒരു ആർച്ച് ഭാഗം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമൊക്കെ ഗവൺമെൻറ്, അതായത് സർക്കാരിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ ഒരു കല്ലൊക്കെ ഇട്ട് കാണുന്നില്ലേ? ഇതിൻ്റെ ഇവിടുന്ന് ആ ഭാഗത്തേക്ക് പ്രൈവറ്റാണ്, ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ് ഈ ഭാഗം മുഴുവനും. ഇതേ അവിടെയൊക്കെ കാണാം ഒരുപാട് തുരുത്തുകൾ. ഇനി നേരെ ഇതാ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്കാണ് കയറുന്നത്. ഒരു ടണൽ. തല കുറച്ച് താഴ്ത്തി വെക്കേണ്ടി വരും. മുകളിൽ വലിയ കൊമ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ എന്തായാലും മുട്ടും. നല്ല ഇരുട്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. അവിടം വരെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഉള്ളത്. ഇത് നവീകരിക്കുന്ന ഭാഗം കണ്ട ഈ ഒരു മരക്കൊമ്പിലാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴെ വീഴും. ഇവിടെ വീണിട്ട് അല്ലേ അപകടം പറ്റിയിട്ടുണ്ടോ? ഒന്നുമില്ല, അങ്ങനെയല്ല. ഫോൺ പോയിട്ടുണ്ട്. ഫോൺ പോവല്ലേ? വെള്ളത്തിൽ വീണാ പിന്നെ ഫോൺ കൊള്ളുവോ? കേറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത് ഒരാള് 2 ഫോണ് ഞാൻ പറഞ്ഞു ഫോണ് പോക്കറ്റ് വെക്കരുത്, തവിടനാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിൽ വീണാലും കുഴപ്പമില്ല. ഇയാള് കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ അയാള് കിടന്നതിനകത്ത് കിടന്നിട്ട് എഴുന്നേറ്റപ്പോഴാ അത് പിന്നെ ഫോട്ടോ എടുക്കുന്ന കാണുമ്പോ പിന്നെ കുറച്ചും കൂടെ കോൺഫിഡൻസ് ഒക്കെ കൂടും. കിടന്ന ആള് എഴുന്നേറ്റപ്പം ആളങ്ങ് വെള്ളത്തിൽ കണ്ണാടി കൂടെ അങ്ങ് ചവിട്ടി താത്തായത്. പിന്നെ ഞാൻ ഇറങ്ങി എടുത്ത് കണ്ണാടിയൊക്കെ കിട്ടി, എല്ലാം കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഫോൺ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ? വെള്ളത്തിൽ പോയി കഴിഞ്ഞാല് ഇപ്പോഴത്തെ ഫോൺ എന്ന് പറഞ്ഞാല് ഭയങ്കര പൈസേന്റെ ഫോണല്ലേ, വെള്ളത്തിൽ പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ആ ഒരു ഭാഗം. ടണലിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങളിതാ വീണ്ടും കയറുകയാണ്. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണ്. ആ അതൊക്കെ എവിടെയായിരുന്നു അല്ലേ? അപ്പുറത്ത് പൊന്മാൻ മൂവി ഷൂട്ടിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അവിടം വരെയാണ് ഈ ഒരു ടണലിൻ്റെ ഭാഗമുള്ളത്. ഇവിടെ അത്ര തലേന്നും മുട്ടില്ല. ഇവിടെ എന്തായാലും കുറച്ച് ഇഴജന്തുക്കളൊക്കെ എന്തായാലും ഉണ്ടാവും. അവിടെയൊക്കെ താറാവുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ കേൾക്കുന്നത് അമ്പലത്തിനുള്ള പാട്ടാണ്. ഇവിടെയൊക്കെ വീടുകളാണ്, അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഒരു വഴിയാണത്. ഇവിടെയൊക്കെ ഓരോരോ കൃഷികളൊക്കെ കാണാം.
നമ്മളെന്തായാലും മിക്കവാറും ഇവിടം വരെയാണ് ഉണ്ടാവുക. കാരണം ഇപ്പം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇനി ഇതിലൂടെയൊക്കെ പോവാം. നമ്മുടെ യാത്ര എങ്ങനെ കഴിഞ്ഞു? അപ്പോൾ ചേട്ടൻ്റെ പേര് പറഞ്ഞോ? അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചേട്ടനെ കോൺടാക്ട് ചെയ്യും ആൾക്കാർ? ഓ ആ, ചേട്ടൻ നമ്പർ ഒന്ന് ജസ്റ്റ് തന്നോ, ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ. പറഞ്ഞോ, അപ്പോൾ ചേട്ടൻ പറഞ്ഞോ നമ്പർ, ചേട്ടൻ തന്നെ പറഞ്ഞോ. 98 95 59 77 34. അപ്പോൾ ഈ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ പോയ വഴിയൊക്കെ കൊണ്ടുപോകും. നമ്മൾ രാവിലെ നടന്ന് പോയത് അതുവഴിയാണ്. ഇതേ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പോവാണ്. ഓക്കെ ഏട്ടാ, ഓക്കെ എന്നാൽ ഇനിയിപ്പം നേരെ നടന്ന്. നല്ല അടിപൊളി യാത്രയായിരുന്നു അല്ലേ? ഞാനുണ്ടല്ലോ പിന്നെ ആ ചേട്ടൻ്റെ കോണ്ടാക്ട് നമ്പർ അടക്കം ഞങ്ങൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ കാരണം വേറൊന്നുമല്ല, ആ ചേട്ടൻ ഉണ്ടല്ലോ ഞങ്ങൾ വീഡിയോ എടുത്തത് വളരെ കുറച്ച് മാത്രമാണ്, പക്ഷെ എങ്കിലും ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. ഞങ്ങൾക്ക് ഇത്ര കാര്യങ്ങൾ ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയില്ല, എല്ലാം പറഞ്ഞു തന്നു. തോണിയിൽ നമ്മൾ 1 മണിക്കൂറാണ് യാത്ര ചെയ്തത്. 500 രൂപയാണ് 2 പേർക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പൈസക്ക് ഉള്ളതുണ്ട് കേട്ടോ. കാരണം ഒരുപാട് ഭാഗത്തേക്കാണ് നമ്മൾക്ക് ഈ യാത്ര കൊണ്ട് പോകാനായി സാധിച്ചത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ വന്നാൽ ഈ ഭാഗത്തും ഒരുപാട് ചെറിയ തോണികളൊക്കെ കാണാം. പിന്നെ ഇവിടെ നേരത്തെ വരുമ്പോൾ ആൾക്കാരെ കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ദൂരം നടന്നിട്ട് അവിടുന്ന് മറ്റൊരു തോണിയാക്കി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടുന്ന് ആക്കിയാലും ഒരുപോലെ തന്നെയാണ്. ഇതാ ഇവിടെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. മൺട്രോ തുരുത്ത് സ്റ്റേഷൻ്റെ കോഡ് MQO എന്നാണ്. ഇവിടെ ആകെ 2 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ചേട്ടനില്ലേ വെള്ളം വേണമെന്നൊക്കെ വന്ന് ചോദിച്ചു, അതായത് ബോട്ട് വേണമെന്ന് ചോദിച്ചു. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് ആദ്യം വന്ന സമയത്താണ് ഈ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതെടുത്തിട്ട് പോയേനെ. കാരണം ഇവിടെ ആൾക്കാരെ കാണാത്തതുകൊണ്ടാണല്ലോ നമ്മൾ നേരെ അങ്ങോട്ട് പോയത്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ട്രെയിനുകളൊക്കെ പോകുന്നതൊക്കെ നമുക്ക് ആദ്യം കാണാം. ഇപ്പം ഇതുവഴി ഒരു ട്രെയിൻ കടന്നു പോവേ. കേരളത്തിൽ നിന്ന് പഞ്ചാബിലേക്കും ഡൽഹിയിലേക്കും പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിൻ, കേരള സമ്പർക്രാന്തി എക്സ്പ്രസ്. ഇന്നൊരു ശനിയാഴ്ചയാണ്. ഇന്ന് ഈ ട്രെയിനിൽ കയറിയ തിങ്കളാഴ്ച രാവിലെ ഇത് ഡൽഹിയിലെത്തും. ഒരു 9 മണി സമയത്ത് ഇത് ചണ്ഡീഗഡിലെത്തും. അതിപ്പോൾ ഇതുവഴി കടന്നു പോകും. ഇതേ സമ്പർക്രാന്തി എക്സ്പ്രസ് വരികയാണ്. ചെറിയൊരു വളവിലാണ് സ്റ്റേഷൻ. നല്ല രസമാണ് കാണാൻ. ഇതേ ഞങ്ങൾ ഈ ട്രെയിനിൽ ഒരുപാട് തവണ യാത്ര പോയിട്ടുള്ളത് തന്നെയാണ്. കൊങ്കൺ വഴി പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അടിപൊളി സർവീസാണ്. മാത്രമല്ല ഇതിന് കുറച്ച് സ്റ്റോപ്പുകളേ ഉള്ളൂ. അത് പോയി. പിന്നെ ഈ സ്റ്റേഷനിൽ കാണുമ്പോൾ ഇല്ല മറ്റൊരു പ്രത്യേകത, ചെറിയൊരു കയറ്റം കയറും കണ്ടോ. ചെറിയൊരു കയറ്റമുണ്ട് അവിടെ, എന്നിട്ട് ചെറിയൊരു ഇറക്കമുണ്ട്. ഒരു ട്രെയിൻ വരുന്നത് കാണാം, KSR ബംഗളൂരിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ഐലൻഡ് എക്സ്പ്രസ്. ഈ ട്രെയിനാണ് 1988 അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞത്. ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ല രസമാണ്. കാരണം അധികം തിരക്കില്ലാത്തൊരു സ്റ്റേഷനാണിത്. ഇങ്ങനെ വളഞ്ഞു പോകും. അവിടെയാണ് നല്ല വളവ്. ഇനി കായംകുളം ഭാഗത്തേക്ക് 2 ട്രെയിനുകളാണ് ഇപ്പോൾ വരാനുള്ളത്. ഒന്ന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മുംബൈ ലോകമാന്യ തിലകിലേക്ക് പോകുന്ന നേത്രാവതി, മറ്റൊന്ന് കൊല്ലം തിരുപ്പതി എക്സ്പ്രസും. അങ്ങനെ നേത്രാവതി കടന്നു വരികയാണ്. ഇത് നാളെ വൈകുന്നേരം മുംബൈ ലോകമാന്യ തിലകിലെത്തും. നമ്മുടെ പയ്യന്നൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട് വഴിയാണ് ഈ ട്രെയിൻ കടന്നു പോവുക. നേത്രാവതിയിൽ ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്ക് എറണാകുളത്തിന് ശേഷം.
ഷൊർണൂർ, കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തേക്ക് ഇതിന്റെ അണ്ടർസോളിലൊന്നും കാല് കൊത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല. കാരണം ആ ഭാഗത്തേക്കുള്ളൊരു അവസാന വണ്ടി തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് കണ്ണൂരിന് ശേഷം പയ്യന്നൂര്, ചെറുവത്തൂര്, നീലേശ്വരം, കാഞ്ഞങ്ങാട്, കാസർഗോഡ് അങ്ങനെയുള്ള ആ ഭാഗത്തേക്ക്. ഇനി കൊല്ലം തിരുപ്പതി ഇപ്പോൾ വരും. ഇതിൻ്റെ പുറകെ തന്നെ അതുമുണ്ട്. കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. ഇത് നാളെ വെളുപ്പിന് തിരുപ്പതി എത്തും. ഈ ട്രെയിനിൽ ഞങ്ങൾ മുഴുവൻ യാത്ര പോയിട്ടുണ്ട്, കൊല്ലത്തുനിന്ന് തിരുപ്പതി വരെ. അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ. നല്ലൊരു സർവീസായത്. ഈ മൺട്രോത്തുരുത്ത് ഒരു ദ്വീപാണല്ലോ. അതായത് കേരളത്തിലെ മുങ്ങുന്ന ദ്വീപ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കൊല്ലം ജില്ലയിൽ അഷ്ടമുടിയുടെയും കല്ലട നദിയുടെയും സംഗമ സ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പേര് മൺട്രോ എന്നാണല്ലോ. ഈ ഒരു മൺട്രോ എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം. അതായത് 1810-നും 1819-നും ഇടയിൽ തിരുവിതാംകൂർ, കൊച്ചി തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ ഒരു ഭരിച്ച, അതായത് ഭരണാധികാരിയായ ഒരാളുണ്ടായിരുന്നു. ഒരു സ്കോട്ടിഷ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് വരുന്നത് കേണൽ ജോൺ മൺട്രോ എന്നാണ്. അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് ഈ പറഞ്ഞ മൺട്രോ തുരുത്ത്, അദ്ദേഹത്തിൻ്റെ പേര് മൺട്രോ വരുന്നത് കൊണ്ട് അങ്ങനെ നൽകിയത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ട്രെയിൻ കയറി നേരെ ഇനി കോട്ടയത്തേക്ക് പോവുകയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 11 മണിക്ക് എറണാകുളത്തേക്കുള്ള ഒരു മെമു ആണ്. മൺട്രോ തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. നമുക്കിനിയിപ്പോൾ ടിക്കറ്റ് എവിടെ നിന്ന് എടുക്കാം. ഇവിടുത്തെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ അത്യാവശ്യത്തിന് കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതിനു മുന്നേ ഇവിടത്തേക്ക് വന്നത് കുണ്ടറയിൽ നിന്ന് ബസ് കയറി കുറച്ച് മാറിയിട്ടുള്ള ഭാഗത്താണ്. പിന്നെ അവിടുന്ന് ഈ ഭാഗത്തേക്ക് നടന്നു വന്നു. അടിപൊളിയാണ് ഈ ഭാഗമൊക്കെ. പിന്നെ ഇവിടെ തന്നെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പോയ ഭാഗമില്ലേ കുറച്ച് തുരുത്ത്, അതേപോലത്തെ കാഴ്ച ഈ ഒരു ഭാഗത്തേക്കും ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ബോർഡൊക്കെ ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. മൺട്രോ തുരുത്ത് നിന്ന് കൊല്ലം ഭാഗത്തേക്കുള്ള ബസ്സാണിത്. ഞങ്ങൾ ഇവിടുന്ന് 2 ലൈം സോഡ കുടിക്കാമെന്ന് കരുതി. മൺട്രോ തുരുത്തിൽ നിർത്തുന്ന ട്രെയിനുകളുടെ ഒരു ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 11:28 നമുക്ക് പോകാനുള്ള മെമു ഇതാ വരികയാണ്. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് ആയത്. ഈ ട്രെയിൻ വരുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് 2 ബസ്സുകളൊക്കെ വന്നിട്ടുണ്ട്. ട്രെയിൻ ഇപ്പോൾ കോട്ടയത്തേക്ക് എത്താനായി. മൺട്രോ തുരുത്തിൽ നിന്നും 81 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 1:02 ഇപ്പോൾ. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗത്ത് നിന്ന് നോക്കിയാൽ തന്നെ കോട്ടയം ബസ് സ്റ്റാൻഡ് കാണാം. അതായത് നാഗമ്പടം ബസ് സ്റ്റാൻഡ്. ഒരുപാട് ബസ്സുകൾ ഇതാ ഈ സമയത്ത് ഇവിടെ ഉണ്ട്. 1 മണിയായല്ലോ. മൺട്രോ തുരുത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് ഇന്ന് ഞങ്ങൾ പകർത്തിയത്. ഇനി ഞങ്ങൾ നേരെ പോകുന്നു വേമ്പനാട്ട് കായലിലൂടെയുള്ള ഒരു കിടിലൻ ബോട്ട് യാത്ര. അതായത് കോട്ടയത്തെ കുമരകത്തേക്ക് പോകണം. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് അടുത്ത ദിവസം, അതായത് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ബോട്ട് യാത്രയ്ക്ക് ഉള്ളത്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു മറ്റു ബൈ ബൈ.